എൻ്റെ കൂട്ടുകാർ തോറ്റെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് വളരെ ഭയങ്കര ഒരു ബോണ്ടിങ് ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ എനിക്കവിടെ ഒരു തികച്ചും ഒരു അനാഥത്വം അനുഭവപ്പെട്ടു. തുടരണം എങ്ങനെ. അതിനിടയിൽ അവിടുത്തെ ഒരു ട്യൂട്ടർ പോസ്റ്റിലേക്ക് എന്നെ എടുത്തിരുന്നു. അവിടെ ഒരു 2-3 പ്രോജക്റ്റുകൾ വഴിമുട്ടിയപ്പം പ്രൊഫസർക്ക് ഭയങ്കര ഫെയ്ത്തായിരുന്നു. അദ്ദേഹം അങ്ങനെ സംഘടിപ്പിച്ചു. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരണം, ഞാനിന്ന് ഇവിടെ നിന്ന് ലീവ് എടുത്താണല്ലോ പോയത്. ചെന്ന് പറഞ്ഞപ്പം പ്രൊഫസറും എൻ്റെ ഡയറക്ടർ വർമ്മയും 2 പേരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു, ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണം, സ്റ്റേറ്റ് ഗവൺമെൻറ് വിടണം. മാത്രമല്ല, വി ആർ പ്ലാനിങ് ടു സെൻഡ് യു ടു ഡെൻമാർക്കിൽ ഓറസ് യൂണിവേഴ്സിറ്റി എന്നൊരു യൂണിവേഴ്സിറ്റിയിൽ 2 ഇയർ ഫെലോഷിപ്പ് റെഡി ആയിരിക്കുകയാണ്. അതിന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ സ്പോൺസർ ചെയ്ത് അയക്കും. തിരികെ വരുമ്പോൾ യു വിൽ ബി അസിസ്റ്റൻറ്റ് പ്രൊഫസർ, നിമാൻസിൻ്റെ ആദ്യത്തെ ഫാക്കൽറ്റി ആയിട്ട് ചേരാൻ. അന്ന് വേറെ പ്രോസസ്സൊക്കെ ഉണ്ട്, പക്ഷേ ഒരു എക്സ്പാൻഷൻ്റെ ഫസ്റ്റ് കാൻഡിഡേറ്റായിട്ട് ഞാൻ ചിന്താക്കുഴപ്പത്തിലായി. നിംഹാൻസിൽ അന്നത്തെ എൻ്റെ എല്ലാ പ്രവർത്തനവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടതാണ്. പക്ഷെ അതേസമയം മനസ്സിൽ എവിടെയോ കിടക്കുന്നു ഈ ആധുനിക മനോരോഗ ചികിത്സയുടെ എല്ലാ പരിമളങ്ങളുമുള്ള, എല്ലാ സൗരഭ്യങ്ങളുമുള്ള, ഈ മനോഹര ഉദ്യാനം പോലെ വളർന്നു വരാവുന്ന നിംഹാൻസിൽ എനിക്ക് തീർച്ചയാണ് അവിടെ കയറിയിരുന്നെങ്കിൽ ഇന്ത്യയിലെ മാനസികാരോഗ്യ മേഖലയുടെ മുൻപന്തിയിലായിരിക്കും. അതേസമയം ഒന്നുമില്ലാതെ വരണ്ട് ഊക്ഷരമായ മണ്ണിൽ ജീർണിച്ച് കിടക്കുന്ന നാട്ടിലെ, അതെൻ്റെ മനസ്സിൽ വലിയൊരു ഫിക്സേഷനായിരുന്നു. ഞാൻ അവസാനം തിരികെ വന്ന് 1975 ജൂണിലാണല്ലോ എൻ്റെ പരീക്ഷ കഴിഞ്ഞത്. ആ പ്രോജക്റ്റുകളൊക്കെ വൈൻഡപ്പ് ചെയ്ത് നവംബർ 5-ാം തീയതി അന്നും അടിയന്തരാവസ്ഥയാണ്, തിരുവനന്തപുരത്ത് വന്ന് ഞാൻ വീണ്ടും റീജോയിൻ ചെയ്തു. തിരികെ വന്നപ്പോൾ പുതിയ പ്രൊഫസറാണ്, പുതിയ സൂപ്രണ്ടാണ്. ആശുപത്രി കുറേ മെച്ചപ്പെട്ടിട്ടുണ്ട്, ഭൗതിക സൗകര്യങ്ങൾ കുറേശ്ശെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഭയങ്കര അഴിമതിയും ഭയങ്കര തേർവാഴ്ച എന്ന് വെച്ചാൽ എല്ലാം കുറേ കൂടെ സിസ്റ്റമറ്റൈസ്ഡായി. പിന്നെ ആശുപത്രിയിൽ എത്ര നിർധനായ രോഗി വന്നാലും കിടത്തണമെങ്കിൽ രൂപ കൊടുത്താലേ കിടത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ആശുപത്രിവാസം തുടരണമെങ്കിൽ, ചികിത്സ നൽകണമെങ്കിൽ, ചികിത്സിച്ച രോഗിയെ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ, ഡിസ്ചാർജ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതിനെല്ലാം പടിയൊക്കെ നിശ്ചയിച്ചുള്ള. അപ്പോൾ ഞാനന്ന് ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ, താടിയൊക്കെ ഉള്ള ക്ഷുഭിത യൗവനത്തിൻ്റെ ഒരംശം, അന്ന് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, വന്ന് വീണ്ടും ഇവിടെ ജോയിൻ ചെയ്തു. അപ്പോഴേക്കും ഈ മുഹമ്മദൊക്കെ പോയി കഴിഞ്ഞു. അവൻ ഗൾഫിൽ പോയി, അവനൊരു നല്ല ആർട്ടിസ്റ്റാണ്, അവൻ പോയി. പിന്നെ പുതിയ കുറച്ച് പേര് വന്നു, അവിടെ വന്ന് ജോലി ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇതുപോലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്ന് വേറെയും സൈക്കാട്രിസ്റ്റുകളുണ്ട് അവിടെ, ഞാനുള്ള സമയത്ത് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരും സൂപ്രണ്ടും തമ്മിൽ ഭയങ്കര അടിയാണ്. അവർക്കൊന്നും ഒരു സ്ഥാനവും കൊടുക്കത്തില്ല. ഞാൻ ഫ്രഷ് MD ആയിട്ട് വന്നു. പക്ഷേ ഒരു വ്യത്യാസം, ആശുപത്രിയുടെ ഭൗതിക സാഹചര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ PG കോഴ്സ് തുടങ്ങി, ഡിപ്ലോമ കോഴ്സ് തുടങ്ങി. അപ്പം എനിക്കൊരാശ്വാസം, ഞാൻ ബേസിക്കലി എ ടീച്ചർ. അപ്പോൾ അതെനിക്കൊരു റിലീഫായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ ഭയങ്കര തല്ലിപ്പൊളി കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഇരുന്നപ്പം അപ്പോൾ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വഴക്കൂടാനൊന്നും പറ്റൂല. പിന്നെ എനിക്ക് നല്ലൊരു സൗഹൃദ അന്തരീക്ഷമുള്ള ഒരു സൗഹൃദ സദസ്സുണ്ട് എല്ലാ വൈകുന്നേരങ്ങളും. എൻ്റെ വളരെ ക്ലോസ് ആയിരുന്നു KV സുരേന്ദ്രനാഥ് ആശാൻ എന്ന് പറയുന്നത്. കേരളത്തിലെ മാനസികാരോഗ്യ മേഖലയിൽ മാനസിക രോഗികളുടെ കാര്യത്തിൽ ഏറ്റവും താല്പര്യമെടുത്ത 2 രാഷ്ട്രീയക്കാരിൽ ഒരാൾ. ഒന്ന് സുജന ബാലൻ കാലിക്കട്ട്, 2 സുരേന്ദ്രനാഥ് തിരുവനന്തപുരത്ത്. അദ്ദേഹം എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള, എന്നെക്കാൾ 10-22 വയസ്സ് മൂത്തതാണ്. പക്ഷേ എൻ്റെ ഫ്രണ്ടും ഫിലോസഫറും എൻ്റെ ഗൈഡും ഒക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സദസ്സ്, പിന്നെ അല്ലാതെ എൻ്റെ സഹപാഠികളുടെ സദസ്സ്. തിരുവനന്തപുരത്തെ ഒരു സാമൂഹിക അന്തരീക്ഷവും, സാമൂഹികം എന്ന് ഞാൻ പറയില്ല, അവിടുത്തെ എന്തോ ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിൻ്റെ ഒരു ഇതിൽ ഞാൻ സന്തോഷമായിട്ട് അവിടെ ഇത് ചെയ്തു. അപ്പോൾ അപ്പോഴാണ് നിംഹാൻസിൽ വെച്ച് എനിക്ക് ഒരുപാട് എക്സ്പോസ്ഡായി മോഡേൺ ചികിത്സയെ പറ്റിയും. അപ്പോൾ ഒരു ദിവസം അപ്പോൾ ഞങ്ങൾക്കൊന്നും ഇൻഡിപെൻഡൻസ് തന്നിട്ടില്ല. പക്ഷേ എനിക്ക് PG ക്ലാസ്സൊക്കെ എടുക്കാം. പക്ഷേ ഇതൊന്നും അധികം, പേഷ്യൻ്റ് മുഴുവൻ സൂപ്രണ്ടാണ്, അങ്ങേര് പൈസയൊക്കെ വാങ്ങിക്കും. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം പിന്നെ അവിടെ ഞാനൊരു ഡ്യൂട്ടിയുണ്ട് ഞങ്ങൾക്ക്. ഉച്ചയ്ക്ക് ഡ്യൂട്ടി ഇരുന്നപ്പം ഒരു പാവം സ്ത്രീ
ഒരു വയസ്സായ സ്ത്രീ അവരുടെ മകളെയും കൊണ്ടുവന്ന്, പ്രസവം കഴിഞ്ഞ് വന്ന ഒരു മെൻ്റൽ ഡിസീസാണ്, അറിയാമല്ലോ, പ്രസവം കഴിയുമ്പോൾ മാനസിക രോഗം വരും. അപ്പം കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യണം. അപ്പം ഞാൻ നോക്കിയപ്പം അഡ്മിറ്റ് ചെയ്ത ആളെ പറ്റുള്ളൂ. പേഷ്യൻറ്റ് ഭയങ്കര വയലൻ്റാണ്, കിടത്തണം. കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ 3-4 ആണുങ്ങളും ഉണ്ട്. ഇവിടെ ഞാറമൂടോ അവിടെ നിന്ന് വന്നതാണ്. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് അഡ്മിറ്റ് ചെയ്തു. അവിടെ ഈ സൂപ്രണ്ടിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഒരു കമ്പൗണ്ടറുണ്ട്, ഒരു മെയിൽ നഴ്സ്. അയാൾ ഓടി വന്ന് ചൂടായി, ഇവിടെ ആരെയും കിടത്തണം സൂപ്രണ്ട് പറയാതെ. സൂപ്രണ്ട് തൊട്ടപ്പുറത്ത് RMO ക്വാർട്ടേഴ്സിൽ താമസിക്കുകയാണ്. അവിടെ പോയി രൂപ എടുത്ത് ഒരു ടോക്കൺ എന്ന് പറയുന്ന ഒരു കടലാസ് അങ്ങേരെ എഴുതും, യെസ്, അത് കൊണ്ടുകൊടുത്താലേ അഡ്മിറ്റ് ചെയ്യാവൂ. ഫീസ് എന്നാണ് മറ്റേ കൈക്കൂലിക്ക് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അഡ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അഡ്മിറ്റ് ചെയ്യാൻ ഇയാൾ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം. അപ്പോൾ ഇഞ്ചക്ഷൻ, ഞാൻ പറഞ്ഞു ഇഞ്ചക്ഷൻ കൊടുക്കണമെങ്കിൽ സൂപ്രണ്ട് എഴുതണം എന്ന്. ഞാൻ പറഞ്ഞു അതെങ്ങനെ, അത് സൂപ്രണ്ട് എഴുതിയാലേ ഇഞ്ചക്ഷനും കൊടുക്കാവൂ അഡ്മിറ്റും ചെയ്യാവൂ. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഞാൻ ഇയാൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈ 3-4 അറ്റൻഡേഴ്സ് കാണും OPയിൽ. മെൻ്റൽ ആശുപത്രി കണ്ടാൽ നിങ്ങൾക്കറിയാം, എപ്പോഴും പിടിക്കാനൊക്കെ ആൾ വേണം. സ്വിച്ച് ഇട്ടതുപോലെ ഈ 3-4 പേര് അങ്ങ് ഡിസപ്പിയർ ചെയ്തു. അതിൻ്റെ അർത്ഥം ഞാനും ഒരു മെലിഞ്ഞ ഒരു നഴ്സും ഉണ്ട്, പേഷ്യൻറ്റും ഉണ്ട്. പേഷ്യൻറ്റ് വയലൻറ്റും ഒക്കെയാണ്. അപ്പം ഞാൻ ഈ കൂടെ വന്നവരോട് പറഞ്ഞു നിങ്ങൾ പിടിക്കുക എന്ന് പറഞ്ഞ് ഞാനും ആ നഴ്സും കൂടെ ഇഞ്ചക്ഷൻ കൊടുത്തു. ഇനി അടുത്ത അഡ്മിറ്റ് ചെയ്യണം. അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ ട്രോളി കൊണ്ടുവന്ന് ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, വെളിയിലുള്ളവർക്ക് അകത്ത് കയറ്റാൻ പറ്റില്ല. അത് ഭയങ്കര ഇഷ്യൂ. അങ്ങനെ ഇരുന്നപ്പം ഞാൻ നോക്കിയപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിൻ്റെ ഒരു വയസ്സായ അമ്മയാണ്, തള്ള ആണ് ഈ കൂടെ വന്നിരിക്കുന്നത്. അവർ മൂലയിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ഈ 3-4 ആണുങ്ങളുണ്ട്. അപ്പോൾ അതിലൊരുത്തൻ ഈ കൊച്ചിൻ്റെ ഒരു അരഞ്ഞാണം വലിച്ചെടുത്തുകൊണ്ട് പോകണം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇത് മറ്റവരുടെ കണ്ണ് തപ്പി ഇവൻ തട്ടിക്കൊണ്ട് പോകണതാണെന്ന്. ഞാൻ കയറി പിടിച്ചു. ഞാൻ പിടിക്കാൻ പറഞ്ഞു, ആരോ കയറി പിടിച്ചു. അപ്പോൾ ഞാൻ വെച്ച് താനിത് എവിടെ പോകണം, ഇത് പിന്നെ അപ്പച്ചി പറഞ്ഞു ഇത് കൊണ്ടുപോയി പണയം വെച്ച് രൂപ കൊണ്ടുവരാൻ. അപ്പോൾ ഈ വയസ്സായ സ്ത്രീ കൊടുത്തയക്കുകയാണ്. ഇത് പണയം വെച്ച് രൂപ കൊണ്ട് സൂപ്രണ്ട് കൊടുത്താലേ അഡ്മിറ്റ് ചെയ്യുള്ളൂ. ഞാൻ കണ്ട ആശുപത്രിയിലെ അഴിമതിയുടെ ഏറ്റവും കരളലിയിക്കുന്ന ദൃശ്യം. അതായത് പ്രസവിച്ച് ഏതാനും ഇതായ ഒരു കുഞ്ഞ് 28 കഴിഞ്ഞ് കാണും, അതുകൊണ്ടാണല്ലോ അരഞ്ഞാണം വരുന്നത്. ആ കൊച്ചിൻ്റെ അരഞ്ഞാണം കൊണ്ടുവച്ച് പണയം വെച്ച് രൂപ, പണയമാണോ വിൽപ്പനയാണോ എന്ന് എനിക്കറിയില്ല, അത് കൊണ്ടുവന്ന് ആ സ്ത്രീയുടെ മാനസിക രോഗം ചികിത്സിക്കുന്ന സംവിധാനം ഇത് കണ്ണും കണ്ട് കേട്ടോ. ഐ വാസ് സോ ആംഗ്രി. അത് ഒരു വലിയ ഇഷ്യൂ ആയി. ഞാൻ സൂപ്രണ്ടിനെ പിറ്റേ ദിവസം കയറി കണ്ടു. സൂപ്രണ്ട് രസമാണ്. പുള്ളി പറയുന്നത് ഇതിപ്പോൾ അത് ആശുപത്രിയിൽ വരണവർക്ക് എന്തൊക്കെ ചിലവ് കാണും ഡോക്ടറെ. ഇവിടെ ക്യാൻറ്റീനിൽ കൊടുക്കണം, പല മരുന്നും ഇല്ലെങ്കിൽ വെളിയിൽ നിന്ന് വാങ്ങിക്കണം, പിന്നെ ഇതിനൊക്കെ പൈസ വേണ്ടേ. അത് അവർ പൈസ അങ്ങനെ കഴിഞ്ഞ് പോയതായിരിക്കും. പിന്നെ ഞാൻ അറിഞ്ഞു അവിടെ ഒരു സംവിധാനം ഉണ്ടെന്ന്. ഇങ്ങനെ സ്വർണം കൊടുത്താൽ വില കൊടുക്കാനോ പണയം വെച്ചോ കാശ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ആശുപത്രി അറ്റൻഡേഴ്സ് വഴി നടക്കുന്നുണ്ടെന്ന് കേട്ടോ. ഇതാണ് ആശുപത്രിയിൽ. അപ്പോൾ ഇത് പിന്നെ അപ്പോൾ അതുപോലെ അവർക്ക് പണത്തിന് ആവശ്യം വരില്ലേ. മാത്രമല്ല ഞാൻ ഇവിടെ ഇരിക്കുന്ന സൂപ്രണ്ട് വെളിയിലൊരു ജംഗ്ഷനിൽ ഒരുത്തൻ പണയം വയ്ക്കണതോ സ്വർണം വാങ്ങുന്നതോ ഞാൻ എങ്ങനെ തടയാൻ പറ്റും? ഡോക്ടർ ഇതിലൊന്നും ഇടപെടേണ്ട, ക്ലാസ് എടുത്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങേരെ തന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഒരു കേസ്. അപ്പോൾ ഞാനിത് പറഞ്ഞു പുറത്ത് പറഞ്ഞ അവസാനം സെക്രട്ടേറിയറ്റിൽ നിന്നൊരു എൻക്വയറി വന്നു. എൻക്വയറി വന്നപ്പം എൻക്വയറി ഓഫീസറെയും കൊണ്ട് നടന്ന ഈ സൂപ്രണ്ടിൻ്റെ ശിങ്കടിമാരാണ്. അപ്പോൾ തന്നെ എൻക്വയറി എന്താവുമെന്ന് അറിയാമല്ലോ. ഏതായാലും അതങ്ങനെ പോയി. അങ്ങനെ ഒരു സംഭവം. ഇങ്ങനെ പിന്നെ ഫുഡിലും ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. പക്ഷെ പൊതുവെ ആശുപത്രിയിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചമായിരുന്നു ഞാൻ MDക്ക് പോകുന്നതിന് മുമ്പുള്ളതിനേക്കാളും. ആശുപത്രി കെട്ടിടങ്ങൾ ഈ സമയത്ത് പിന്നെ മറ്റൊരു സംഭവം ഉണ്ടായത്, ഒരു ദിവസം ഒരു പേഷ്യൻറ്റ് ഭയങ്കര വയലൻ്റായിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞാൽ വെറുതെ തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങേരാണ് കിടത്തണത്, പക്ഷേ റൊട്ടീൻ ചികിത്സയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാം.
അപ്പോൾ അതിൽ ഒരു മാനിയ കേസ്. അപ്പോൾ ഇദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് മെൻ്റൽ ആശുപത്രിയിൽ വയലൻ്റായി വന്ന് ഒരു മരത്തിൽ കെട്ടി അടിയൊക്കെ കൊണ്ടിട്ടുള്ള ഒരു വയലൻ്റ് മാനിക്കാണ്. ഒരു വലിയ കുടുംബത്തിലെ ഭൂവുടമയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ടിപ്പിക്കൽ മാനിയ എന്ന് പറയുന്ന സൂക്കേടാണ്, ബൈപ്പോളാർ, ഇന്നത്തെ ഭാഷയിൽ ബൈപ്പോളാർ. അപ്പോൾ അതിന് ലിത്തിയം എന്നൊരു ഔഷധമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രയോഗം ബാംഗ്ലൂർ നിമാൻസ് കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് ചെയ്തിട്ടില്ല, കണ്ടിട്ടേ ഉള്ളൂ. അത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ബൈപ്പോളാർ എന്ന് പറഞ്ഞാൽ മാനിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈൽഡ് എക്സൈറ്റ്മെൻ്റ് ആണ്. ഇത് പീരിയോഡിക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ എല്ലാ വർഷവും വരും. വന്നൊരു 3-4 മാസം ഭയങ്കര വയലൻ്റ് ആവും, ഒരുപാട് രൂപ ഒക്കെ ചിലവാക്കും, യാത്രകൾ, പൂജകൾ, അങ്ങനെയുള്ള പല പരിപാടികൾ, മദ്യപാനം, അതെല്ലാം കഴിഞ്ഞത് സെറ്റിൽ ചെയ്യും. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കൂടെയുള്ള ഒരു മരുന്നാണ് ലിത്തിയം. അപ്പോൾ എനിക്ക് ഈ ലിത്തിയം ഉപയോഗിച്ചുള്ള ഒരു കണ്ട് പരിചയിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഞങ്ങളുടെ പഠനകാലത്ത് ലിത്തിയം ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒന്ന് ഇന്ത്യയിൽ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ സൂപ്രണ്ടിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഇയാൾക്ക് ലിത്തിയം ഉപയോഗിക്കാൻ പറ്റിയതാണ്. പക്ഷേ അന്ന് ഈ ലിത്തിയത്തിൻ്റെ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്ലഡ് ലെവലൊക്കെ കൃത്യമായിരിക്കണം. അപ്പോൾ അത് ബ്ലഡ് പരിശോധിക്കണം. അതിൻ്റെ ലെവല് നമ്മൾ ബ്ലഡിൽ ഒരു പർട്ടിക്കുലർ ലെവലിൽ കൂടാൻ പാടില്ല. കൂടിയാൽ ടോക്സിക്കാണ്, കുറഞ്ഞാൽ എഫക്റ്റീവ് അല്ല. അപ്പോൾ അത് പരിശോധിക്കാനുള്ള സൗകര്യം കേരളത്തിൽ ഒരിടത്തുമില്ല അന്ന്. ഞാൻ അന്വേഷിച്ചപ്പോൾ കോയമ്പത്തൂർ ഒരു ലാബുണ്ട്. കൊച്ചിയിലുള്ള 1-2 ഡോക്ടർമാർ, പ്രൈവറ്റ് ഡോക്ടർമാർ ഈ ബാംഗ്ലൂറും ചെന്നൈയിലും ചികിത്സിച്ചവരെ ഫോളോ അപ്പ് ചെയ്യുമ്പം കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂർ എത്തിച്ച് സാമ്പിള് കൊടുത്ത് നോക്കുന്ന സൗകര്യമുണ്ട്. കൊച്ചിയിലെത്തിച്ചാൽ മതി, കോയമ്പത്തൂർ പോയി റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ലിത്തിയത്തിൻ്റെ കാര്യം, ഈ ഫാമിലിയാണ്, അവർ നല്ല മനുഷ്യരാണ്, ഒരൊറ്റ എല്ലാ അനന്തരവന്മാരും ഒക്കെയുള്ള അനിയന്മാരും ഒക്കെയുള്ള നല്ല ഫാമിലി. അപ്പോൾ അവന്മാർ പിന്നെ എൻ്റെ കൂടെ നല്ല ഒരു അടുപ്പമാണ്. മുമ്പ് ആശുപത്രിയിൽ ഇയാൾ കിടന്നപ്പോഴും അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് സാരമില്ല, കോയമ്പത്തൂരെങ്കിൽ ഞങ്ങൾ എത്തിച്ചോളാം, ഞങ്ങൾ കൊച്ചിയിലെത്തിച്ചോളാം, കൊച്ചിയിൽ നിന്നുള്ള റിസൾട്ട് ഞങ്ങൾ സമയത്ത് എത്തിച്ചോളാം എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് ഞാൻ സൂപ്രണ്ടിൻ്റെ അടുത്ത് അവതരിപ്പിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, അല്ലാതെ തന്നെ ഇവിടെ ആശുപത്രിയിൽ ഇഷ്ടം പോലെ പ്രശ്നമുണ്ട്, ഇത് കൊടുത്ത് ഇയാളുടെ കിഡ്നിയാണ് ബാധിക്കുന്നത്. ലിത്തിയം ലെവല് ടോക്സിക് ആയാൽ കിഡ്നി ഫെയിലിയർ വരും. അതുമല്ല വന്നാൽ ഇവന്മാരൊന്നാമത് കഷ്ടകാലം, രണ്ടാമത് ഇഷ്ടം പോലെ പ്രശ്നം, മൂന്നാമത് ഈ ഫാമിലിയും ഭയങ്കര ശല്യമാണ്. മുമ്പ് 1-2 പ്രാവശ്യം ഇയാളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഇവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ആണെങ്കിലും ഇത് കൊള്ളാം, ഇയാൾക്ക് വളരെ ഫിറ്റായ പേഷ്യൻ്റാണ്, അതർവൈസ് ഹെൽത്തിയാണ്, നമുക്കൊന്ന് സാറൊന്ന് സമ്മതിക്കുമെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് ഞാൻ പുറകെ നടന്ന് കെഞ്ചി പറഞ്ഞപ്പം അവസാനം ഞാൻ പറഞ്ഞു, ഇത് സാറ് ചെയ്തില്ലെങ്കിൽ ഇവിടെ കൊച്ചിയിലും തൃശ്ശൂരും ഉള്ള 1-2 പേരിത് ഉപയോഗിച്ച് തുടങ്ങിയെന്ന് എനിക്കറിയാമെന്ന്. അപ്പോൾ പുള്ളി ആക്റ്റീവായി. പുള്ളി ഒരു ഭയങ്കര ധനമോഹിയും അധികാര ഇതൊക്കെ ഉള്ള ആളാണെങ്കിലും നല്ല ഒരു ക്ലിനിഷ്യനും കൂടെയാണ്. ക്ലിനിക്കൽ ഇതിൽ ആരെയും കാലും പിറകിലാകാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് കിട്ടിയാൽ കൊള്ളാമെന്ന് പുള്ളിക്കുണ്ട്. പുള്ളി എനിക്ക് പെർമിഷൻ തന്നു. പക്ഷേ എന്നെ കൊണ്ട് എഴുതി വയ്പ്പിച്ചു. എല്ലാ ഉത്തരവാദിത്വം എനിക്കാണ്, ബ്ലഡ് എടുക്കണതും അയക്കണതും ടെസ്റ്റ് ചെയ്യണതും ഒക്കെ. പിന്നെ എല്ലാ ദിവസവും പ്രോഗ്രസ് നോട്ട് എഴുതും, എന്നെ കൊണ്ടുവന്ന് കാണിക്കും എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട്. അതിനൊക്കെ എന്ത് വാല്യൂ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് പറഞ്ഞ് ഇതെൻ്റെ മേശയ്ക്കകത്തിരിക്കും, ഈ രോഗിയോ രോഗിയുടെ ബന്ധുവോ രോഗിക്ക് എന്തെങ്കിലും പറ്റിയാലോ ബന്ധുക്കൾ ഇത് ചെയ്താലോ തന്നെയാണ് ഞാൻ പിടിക്കാൻ പോകണമെന്നൊക്കെ. ഞാൻ പറഞ്ഞു ശരിയെന്ന്. ഇതിൻ്റെ രസമെന്ന് വെച്ചാൽ ഫാമിലി അതങ്ങ് ഏറ്റെടുത്തു. ഏറ്റവും രസം ഈ പേഷ്യൻ്റ് അവൻ മാനിയാണ്, ഭയങ്കര അവനും ഏറ്റെടുത്തു. അവൻ പറഞ്ഞ് നമുക്ക് ചെയ്ത് കളയാം, അവൻ്റെ ചികിത്സ തന്നെ അവനും ഏറ്റെടുത്തു. ചുരുക്കത്തിൽ ഉത്സാഹത്തോടെ ഞങ്ങൾ ലിത്തിയം തുടങ്ങി. എൻ്റെ അനുഭവത്തിൽ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ രോഗിയുടെ സിംറ്റംസ് നന്നായിട്ടങ്ങ് കുറഞ്ഞു. കേരളത്തിൽ എനിക്ക് അറിവുള്ളിടത്തോളം കേരളത്തിലെ സർക്കാർ ഹോസ്പിറ്റൽസിൽ ആദ്യമായിട്ട് ലിത്തിയം ഉപയോഗിച്ചത് അന്ന് ആ ആശുപത്രിയിലാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഈ പർട്ടിക്കുലർ പേഷ്യൻറ്റിനെ പറ്റി ഞാൻ ഓർക്കാൻ കാര്യം, ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടല്ല, അതിനുശേഷം അയാൾ ലിത്തിയവും ഉപേക്ഷിച്ചിട്ടില്ല, എന്നെയും ഉപേക്ഷിച്ചിട്ടില്ല. 39 വർഷം
ആ പേഷ്യൻറ്റിനെ ഞാൻ ഫോളോ അപ്പ് ചെയ്തു. അടിക്കടി വരത്തില്ല, മിക്കവാറും വേനൽക്കാലത്താണ് ഇയാൾക്ക് അസുഖം വരുന്നത്. അപ്പം എപ്പോഴോ ആദ്യം ഞാൻ പറഞ്ഞു ആ സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന്. എല്ലാ വേനലിലും അയാൾ വരും. ഞാൻ തിരുവനന്തപുരം വിട്ട് 1 വർഷം കഴിഞ്ഞപ്പം കോട്ടയത്ത് വന്നു. 10 വർഷം കോട്ടയത്തായിരുന്നു. ഞാൻ എവിടെ വർക്ക് ചെയ്താലും പുള്ളി അവിടെ വരും. ആ സമയത്ത് വന്ന് 1-2 ദിവസം ചിലപ്പോൾ ആശുപത്രി താമസിച്ച് ലിത്തിയൻ ഡോസൊക്കെ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ പോയി 39 years, ഫുൾ 39 years ഹി ഡൈഡ് അബൌട്ട് 2016-17 മരിച്ചു. അതുവരെ അപ്പം ഞാൻ ലോങ്ങസ്റ്റ് ലിത്തിയം യൂസ് ചെയ്ത പേഷ്യൻറ്റും ഈ പേഷ്യൻ്റാണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ 1-1.5 വർഷം കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ പ്രൊമോഷൻ അപ്പോഴേക്കും എനിക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസർ ആകാൻ യോഗ്യനായി. കോട്ടയത്താണ് വേക്കൻസി ഉള്ളത്. പക്ഷേ അതിലൊരു പ്രൊമോഷൻ നടന്നില്ല. അതിലൊക്കെ ഒരു സർവീസിലെ ചില തർക്കങ്ങളും അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. അവസാനം ഒരു 1977 ഐ ഗോട്ട് പോസ്റ്റഡ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് പോയി. അന്നും മെൻ്റൽ ആശുപത്രിയുടെ അവസ്ഥ പരിതാപകരം, തീർച്ചയായിട്ടും പരിതാപകരം. ഭയങ്കര അഴിമതി, ഭയങ്കര കൊള്ളരുതായ്മ, ഇതൊക്കെ ഒരിക്കലും സഹിക്കാൻ വയ്യാത്ത ഇതാണ്. പിന്നെ 77 കോട്ടയത്തേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിരുന്നു എൻ്റെ വിവാഹം. താടിയൊക്കെ വിവാഹത്തോടനുബന്ധിച്ച് MD പരീക്ഷയ്ക്ക് താടി എടുത്തില്ലെങ്കിലും വിവാഹത്തെ പ്രമാണിച്ച് താടി എടുത്തു. പിന്നെ താടി വെച്ചില്ല. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നു. കോട്ടയത്ത് ചെന്നപ്പോഴും ഈ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പം പന്തളത്ത് പടാന്നൊരു ചെറിയ ഒരു അനുഭവമായിരുന്നു. കോട്ടയത്ത് നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്, ജിപ്മറിലെ പോലെ ചെറിയ ഡിപ്പാർട്ട്മെൻറ്റ്, 20 ബെഡേ ഉള്ളൂ, 18 ബെഡ്. പക്ഷേ ഒതുക്കമുള്ള ഡിപ്പാർട്ട്മെൻറ്റ്. അവിടെ ഒരു ട്യൂട്ടർ, അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് ചീഫ്, ഒരു ട്യൂട്ടറുണ്ട്. പക്ഷേ ഈ ട്യൂട്ടർ അയാൾ സ്വന്തമായിട്ട് ആശുപത്രിയൊക്കെ നടത്തുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അയാൾ വരത്തൊന്നുമില്ല. മാത്രമല്ല ഈ മെഡിക്കൽ കോളേജിലെ പേഷ്യൻസിനെ അങ്ങോട്ട് കൊണ്ടുപോകണം ഒരുത്തനാണ്. അപ്പോൾ ഇവിടെ വളർത്താനൊന്നും അയാൾക്ക് വലിയ താല്പര്യമില്ല. അവിടെ ഏതാണ്ട് ഒരു ഏകാംഗ വിദ്യാലയം എന്നൊക്കെ കേട്ടിട്ടില്ലേ? OV വിജയൻ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ പറയുന്ന ഏകാംഗ വിദ്യാലയം പോലെ ഒരു ഏകാംഗ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തു വളരെ കാലം. ആദ്യമൊക്കെ ഓരോന്നിനും ഇങ്ങനെ പോയി ചോദിച്ച് ചിലപ്പോൾ ഒരു ഹൗസ് സർജനെ കിട്ടും, ചിലപ്പോൾ ഒരു MD പഠിക്കുന്ന ഒരു കുട്ടിയെ 2 ആഴ്ചത്തേക്ക് കിട്ടും. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന് ഞാൻ പിന്നെ അവിടുത്തെ പ്രിൻസിപ്പാൾ ഒക്കെ ചെന്ന് കണ്ട് പറഞ്ഞ് ഒരു സീനിയർ ഹൗസ് സർജൻസി, അന്ന് തിരുവനന്തപുരത്ത് എനിക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു പോസ്റ്റ് ഉണ്ടാക്കി. അങ്ങനെ വന്നു. അത് കഴിഞ്ഞൊരു എന്ന് വെച്ചാൽ കോട്ടയത്തെ അറ്റ്മോസ്ഫിയർ വളരെ നല്ലതാണ്. ഞാൻ 5 മെഡിക്കൽ കോളേജിലും ജോലി ചെയ്ത ഒരാളാണ്. ഞാൻ പറയാറുണ്ട്, എല്ലാ സർക്കാരുകൾക്കും എന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് 5 ജോലി ചെയ്യിപ്പിച്ചു എന്നെ. 5 മെഡിക്കൽ കോളേജാണെന്ന് ഗവൺമെൻറ്റിനുണ്ടായിരുന്നത്. 5 ആളുകൾക്ക് എൻ്റെ വിശിഷ്ട സേവനം നൽകണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് എല്ലായിടത്തും പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കോട്ടയത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല റിലേഷൻഷിപ്പാണ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലും സ്റ്റാഫ് അംഗങ്ങൾ തമ്മിലും, സ്റ്റാഫ് സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പും എക്സലൻ്റ് റിലേഷൻഷിപ്പും. അപ്പോൾ അവിടെ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. രണ്ടാമത് ഈ മെൻ്റൽ ആശുപത്രിയുടെ ഒരു വലിയൊരു ബാധ്യതയില്ലാതെ, അതിൻ്റെ ജീർണതയില്ലാതെ ഒരു ടീച്ചിങ് ഹോസ്പിറ്റലിൻ്റെ അറ്റ്മോസ്ഫിയറിൽ, അതാണല്ലോ ജിപ്മറിൽ ഞാൻ ശീലിച്ചത്. നിംഹാൻസ് അതേസമയം ഒരു മെൻ്റൽ ആശുപത്രിയാണ്, നല്ല സൗകര്യമുള്ള മെൻ്റൽ ആശുപത്രി. ജനറൽ ഹോസ്പിറ്റൽ സൈക്കാട്രി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, അതായത് മെഡിക്കൽ സയൻസിൻ്റെ ബാക്കി വിഭാഗങ്ങളെപ്പോലെ സൈക്കാട്രിക് ഡിസോർഡേഴ്സിനെ കൊണ്ടുവരുന്ന ഒരു അത് ഡെവലപ്പ് ചെയ്യാനുള്ള അത് ഒറ്റയ്ക്ക് തുടങ്ങി. ഒരു ഹൗസ് സർജൻ വന്നു, അത് കഴിഞ്ഞ് 2 ട്യൂട്ടർ വന്നു, പിന്നെ 2 ട്യൂട്ടറായി. ഇതെല്ലാം ഓരോ സ്റ്റേജിൽ വളർന്നതാണ്. അവിടെ ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറും അസോസിയേറ്റ് പ്രൊഫസറുമായിട്ട് ഓൾമോസ്റ്റ് 10 വർഷം തുടർച്ചയായിട്ട് ജോലി ചെയ്തു. ഒരു കാലത്തിൽ, ആ കാലഘട്ടത്തിൽ കേരളത്തിലെ 5 മെഡിക്കൽ കോളേജിലും വെച്ച് ഏറ്റവും കൂടുതൽ സൈക്കാട്രിയിലെ ഓറിയൻറ്റേഷൻ MBBS കുട്ടികൾക്ക് കിട്ടിയിരുന്നത് അവിടെയാണ്. അവിടെ വളരെ രസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. കോട്ടയത്ത് ഈ പഠന പ്രക്രിയയിലും അധ്യാപനത്തിൽ നൽകിയതിനോടൊപ്പം വേറെയും നല്ല ഇതുണ്ട്. അവിടുത്തെ കലാ സാംസ്കാരിക പ്രവർത്തനം. കോട്ടയം ചെറിയ സ്ഥലമായതുകൊണ്ടും കുറച്ച് കുട്ടികളേ ഉള്ളൂ. ഓൾമോസ്റ്റ് 1-to-1 റിലേഷൻഷിപ്പ് പോസിബിളാണ്. അപ്പോൾ അവിടെ ഒരു ഫിലിം ക്ലബ്ബ് തുടങ്ങണമെന്ന് വെച്ചു. അപ്പോൾ അതിന് എന്നെയാണ് അതിൻ്റെ സ്റ്റാഫ് അഡ്വൈസറായിട്ട്, ആർട്സ് ക്ലബിൻ്റെയൊക്കെ അഡ്വൈസർ ഞാനായിരുന്നു ഫിലിം ക്ലബ്ബ് തുടങ്ങാനായിട്ട്. അപ്പോൾ അന്ന് എനിക്ക് കുറച്ചൊരു തിരുവനന്തപുരത്തെ പാരലൽ
ഫിലിം ഇതുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അതിൻ്റെ മുൻനിര പ്രവർത്തകനൊന്നും അല്ലെങ്കിലും ആദ്യകാലത്തൊക്കെ പോവും, ആളുകളെയൊക്കെ അറിയാം. അങ്ങനെ ഞങ്ങളൊന്ന് തുടങ്ങി. അപ്പോൾ കുമാർ എന്ന് പറഞ്ഞൊരു തേർഡ് ഇയർ കുട്ടി, PR കുമാർ, അവനായിരുന്നു അതിൻ്റെ സെക്രട്ടറി, ഞാൻ അഡ്വൈസർ. അപ്പോൾ ഞങ്ങളൊരു ഫിലിം ക്ലബ്ബും തുടങ്ങി, ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്താനൊരു ശ്രമം നടത്തി. അപ്പം ഉദ്ഘാടനത്തിന് ആരെ കൊണ്ടുവരണമെന്നും, അപ്പോൾ ഞാനന്ന് നെടുമുടി വേണുവിനെ കൊണ്ടുവരാമെന്ന്. നെടുമുടി വേണുവിനെ എനിക്കറിയാം, കലാകുമുദിയിൽ എഡിറ്ററെ ലേഖകനായിട്ട് വർക്ക് ചെയ്യുമ്പോഴേ അറിയാം, പിന്നെ നാട്യഗ്രഹത്തിൽ നടനായിരിക്കുമ്പോഴും അറിയാം. നരേന്ദ്രപ്രസാദിൻ്റെ നാട്യഗ്രഹം എനിക്ക് നരേന്ദ്രപ്രസാദിനെ അറിയാമായിരുന്നു. പക്ഷേ നെടുമുടി വേണുവിന് ഏതോ ഷൂട്ടിങ്ങിൻ്റെ ഇതിൽ അയാൾക്ക് വരാൻ പറ്റാതെ പോയി. അപ്പോഴാണ് കോട്ടയത്ത് നിന്ന് ജോൺ എബ്രഹാം ഉണ്ട്, എനിക്കറിയാം, ബെസ്റ്റ് ഹോട്ടലിൽ എപ്പോഴും കാണും, എന്നെ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ജോൺ എബ്രഹാമിന്. അപ്പോൾ അഗ്രഹാരത്തിലെ കഴുത ഇറങ്ങിയ സമയമാണ്. അതിൻ്റെ ഒരു ഹാങ് ഓവർ ഇവിടെ കിടപ്പുണ്ട്. അവസാനം ഇതെങ്ങനെ നടപ്പാക്കും? ഒരു അക്രഡിറ്റേഷനൊന്നും ഇല്ലാത്ത ഫിലിം സൊസൈറ്റിയാണ്. അപ്പോൾ എവിടെന്നെങ്കിലും നല്ല പടം കൊണ്ടുവരണ്ടേ? അവസാനം ഞാൻ തിരുവനന്തപുരത്ത് എനിക്ക് അറിയുന്ന 1-2 പേരന്ന് ഈ ചലച്ചിത്ര സംവിധാനത്തിലുണ്ട്. അന്ന് ചലച്ചിത്ര അക്കാഡമി എന്നല്ല അതിൻ്റെ പേര്, അക്കാഡമി ഇപ്പോഴത്തെ അക്കാഡമി തന്നെ. അതിന് മറ്റൊരു ഇതാണുള്ളത്. അതിൽ ഒരു സെക്രട്ടേറിയറ്റിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പോയ അയാളെ എനിക്കറിയാം. അപ്പോൾ അയാൾ പറഞ്ഞു ഒരു ഗ്രാമീണ ഫിലിം ഫെസ്റ്റിവൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുന്നുണ്ട്, അത് 4 അപ്പോൾ അതിന് വരുന്നത് ഒരു ദിവസം കൂടെ കീപ്പ് ചെയ്ത് കോട്ടയത്ത് എത്തിച്ചു തരാം, പക്ഷേ അത് ഒഫീഷ്യലായിട്ട് തരാൻ പറ്റില്ല, നിങ്ങൾക്ക് അക്രഡിറ്റേഷനും ഒന്നുമില്ല, അൺഒഫീഷ്യലായിട്ട്. അതായത് അവിടുത്തെ ഒരു ഷോ കഴിഞ്ഞ് രാത്രി ബസ് ട്രാൻസ്പോർട്ട് ബസ്സിൽ കോട്ടയത്തെത്തിക്കും. 1-1:30 ആകുമ്പോൾ കോട്ടയത്തെത്തും. പെട്ടിയാണെന്ന് ഫിലിം. അത് കൊണ്ടുവന്ന് നിങ്ങൾ കാണിച്ചിട്ട് പിറ്റേ ദിവസം തിരികെ എത്തിക്കണം. അത് അവിടെ നിന്ന് ഞങ്ങൾ ചെന്നൈയിലേക്കോ പൂനെയിലേക്കോ തിരികെ അയക്കും. ഈ സംവിധാനത്തിലാണ് നടത്തിയത്. അത് ജോൺ എബ്രഹാമിനോട് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യാമെന്നൊക്കെ ഏറ്റു. അത് പിന്നെ ഭയങ്കര രസമാണ്. ജോണിനോട് വണ്ടി അയക്കാമെന്ന് പറഞ്ഞപ്പോൾ ജോൺ പറഞ്ഞു ഞാൻ എൻ്റെ സ്വന്തം വണ്ടി, ഞാൻ സ്വയം വരികയേ ഉള്ളൂ, പിള്ളേരുടെ പരിപാടിക്ക് ടാക്സിക്കൊന്നും കാശ് ചിലവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ടാക്സി അല്ല, എൻ്റെ കാറ് തന്നെ അയക്കാം, അത് ഡോക്ടറുടെ കാറ് ഡോക്ടറുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ്, പിള്ളേരാണ് എന്ന് പറഞ്ഞത്, മെഡിക്കൽ സ്റ്റുഡൻസ്. കുമാർ സാറിൻ്റെ കാറ് സാറിൻ്റെ ആവശ്യത്തിനാണ്, ഞാനിത് എൻ്റെ ഇതിൽ വരും, സ്ഥലം കാണിക്കാം. ഇത് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൻ്റെ ഒരു പഴയ ഓഡിറ്റോറിയമാണ്, കുന്നിൻ്റെ മുകളിൽ ആസ്ബെസ്റ്റോ ഷെറ്റൊക്കെ. അത് വഴി കാണിക്കാനോ അർപ്പൂക്കര വഴി കാണിക്കാനോ നിങ്ങൾ വരുന്നത്? ഞാൻ തനിയെ വരും, ഇനി ഹിമാലയത്തിൻ്റെ മുകളിൽ നിങ്ങൾ നടത്തിയാലും ജോൺ അവിടെ എത്തിക്കുള്ളൂ എന്നൊക്കെ പറയും. അങ്ങനെ ജോണിനെ ഫിക്സ് ചെയ്തു. സംഭവ ദിവസം ഒരു 4 മണിക്ക് ജോൺ എത്താമെന്നാണ് പറഞ്ഞത്. 1 മണിക്ക് വിളിച്ചപ്പം ജോണിൻ്റെ പൊടി പോലും ഇല്ല. ബെസ്റ്റ് ഹോട്ടലാണ് ജോണിൻ്റെ സ്ഥാപനം. ജോൺ എവിടെ താമസിക്കണമെന്ന് ആർക്കും അറിയില്ല. പിള്ളേരാകെ വരണ്ട്. ഞാനവിടെ എൻ്റെ ഫ്രണ്ടുണ്ട് കുര്യൻ, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കുര്യനെ വിളിച്ചു. ബെസ്റ്റ് ഹോട്ടലിൽ വിളിച്ചാൽ ജോണിനെ കിട്ടും. പകരം കുര്യൻ വന്നു. കുര്യൻ പറഞ്ഞു സാറേ ജോൺ വെള്ളൂർ പോയിരിക്കുകയാണ്, ന്യൂസ് പ്രിൻ്റ് അവിടെ പോയിരിക്കുകയാണ്, പക്ഷേ തിരികെ വരണ വഴിക്ക് മെഡിക്കൽ കോളേജ് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു വരുമായിരിക്കുമെന്ന്. പിള്ളേർക്ക് പേടി, സ്റ്റുഡൻസിന് ഭയങ്കര പബ്ലിസിറ്റി. ഫിലിം ഫെസ്റ്റിവലൊന്നും അന്ന് കോട്ടയത്തില്ല ഒരിടത്തും. അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് പെൺകുട്ടികളും എല്ലാവരും ആകാള തിമിർപ്പിലാണ്. ഒരു ചുരുക്കത്തിൽ കുര്യൻ്റെ കൂടെ പിള്ളേർ പറഞ്ഞു സാറേ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ വന്നില്ലെങ്കിൽ ഇപ്പം ലീലാമേനോനെ എനിക്കറിയാം, പത്മനെ അറിയാം, മറ്റേ അടൂർ ബാസിയുടെ ബ്രദറേ, പിന്നെ അവരാരെങ്കിലും വിളിക്കാം. പക്ഷേ എങ്ങനെ വിളിക്കാനാ? തൊട്ട് മുമ്പ് മാത്രമല്ല ജോൺ പറഞ്ഞിട്ടുണ്ട് വേറെ ഒരു പ്രാസംഗിനെയും വയ്ക്കരുത്, ഞാൻ മാത്രമേ വരികയുള്ളെന്ന്. അതിൻ്റെ ഇടയിൽ മറ്റേ കയറിയ വഴക്കാവും, ഇയാൾ വായി തോന്നുന്ന വിളിച്ച് പറയും. ചുരുക്കത്തിൽ കുര്യൻ്റെ കൂടെ ഞാൻ ഒന്നുകൂടെ ചോദിച്ചു കുര്യ വരുമോ എന്ന് തീർച്ചയാണ്. കുര്യൻ്റെ ഉത്തരം ഇതാണ്, കുമാർ ഡോക്ടറെ ജോണാണ് ആള്, ജോണാണ് പോയിരിക്കണ അടുത്തൊന്നുമല്ല, വെള്ളൂരാണ്. പിന്നെ ശബ്ദം താഴ്ത്തി പറഞ്ഞു അവിടെ എന്തോ ഒരു പെശക് കേസുണ്ട്, അതിൻ്റെ ആവശ്യത്തിനാണ് പോയിരിക്കണത്. ചുരുക്കത്തിൽ വരുമെന്നും വരൂലെന്നും ഒന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ തുടങ്ങി 5 5:30 ജോണില്ല, പിള്ളേർ ബഹളമാക്കി.
അവസാനം സംഘാടക വിരോധി സാർ എന്തെങ്കിലും പ്രസംഗിച്ചു തുടങ്ങുന്നത് ഞാനെന്തോക്കെ പ്രസംഗിച്ചു, സിനിമയെ പറ്റിയും സംഗീതത്തെ പറ്റിയൊക്കെ പിള്ളേരൊക്കെ കേട്ട് എന്നാലും ബഹളമൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് ജോൺ ചാടി ഇറങ്ങി വന്നു. ആരെയും നോക്കുന്നില്ല, പ്രിൻസിപ്പാളാണ് അധ്യക്ഷൻ. അങ്ങേരൊരു സുമുഖന്, എന്നോട് ഇച്ചിരി ഈർഷ്യമുള്ള ഒരാളുമാണ്. പുള്ളിയെ പറ്റുന്നിടത്തെല്ലാം ഈ അങ്ങ് താമസിച്ചു പോയതിനും എന്നെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജോൺ നേരെ വന്ന് ഒരു വലിയ സഞ്ചിയും കൊണ്ടാണ് ഇറങ്ങണത്. ഓട്ടോ വന്ന് ഒറ്റ ബ്രേക്ക് ഇട്ട കറന്നൊരു ശബ്ദം. എന്നിട്ട് ഇറങ്ങിയിട്ട് അകത്ത് കയറി. നേരെ മൈക്കിൻ്റെ മുമ്പ്. അപ്പോൾ ആരോ സഞ്ചി പിടിക്കാൻ, ഒരു ബാഗ് ഇങ്ങനെ പിടിക്കാൻ, നീ പോടാ, എൻ്റെ ബാഗ് എനിക്ക് എടുക്കാൻ അറിയാമെന്ന് പറഞ്ഞാണ് വരണത്. പ്രസംഗം തുടങ്ങി. പ്രസംഗം മൊത്തം ഫിസിക്സാണ്. ക്യാമറ എങ്ങനെ വന്നു, ഓപ്റ്റിക്സ് എങ്ങനെയാണ്. പിള്ളേർ വീണ്ടും ബഹളം. ഒരു നിവൃത്തിയില്ലാതെ അവസാനം ജോണിനെ മൈക്കിൻ്റെ അവിടെ നിന്ന് ഫിസിക്കലി പിടിച്ച് മാറ്റേണ്ടി വന്നു. ഞാൻ തന്നെയാണ് മാറ്റിയത്. മാറ്റിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. എല്ലാവരും കാര്യം ഇവയാളെ ചൂടായാൽ ചടങ്ങല്ലേ, നമ്മൾ നടത്തുന്ന ചടങ്ങല്ലേ. സംഭവിച്ചത് നേരെ മറിച്ചാണ്. ജോൺ വീണ്ടും എൻ്റെ കൈ കുതറി തട്ടി മാറ്റിയിട്ട് മൈക്കിൻ്റെ പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു സംഘാടകൻ പെരുമാറേണ്ടത്. കുമാർ സാറിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഈ വിഷയം ഞാൻ മറന്നിരിക്കുകയായിരുന്നു, സംസാരിച്ചു. അപ്പം മാറാൻ പറഞ്ഞിട്ട് മാറിയില്ല. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കും നിങ്ങളുടെ ആർട്സ് ക്ലബിനും. പിന്നെ ഒരു കാര്യം, എൻ്റെ കഴുത ഇവിടെ ഇരിപ്പുണ്ട്, പെട്ടിയിലൂടെ ഇരിക്കുകയാണ് അഗ്രഹാരത്തിലെ കഴുത. അത് കണ്ടിട്ട് എങ്ങനെയാണ് ചലച്ചിത്രം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. വെറുതെ കഥ കാണാനല്ല ചലച്ചിത്രം കാണുന്നത്, അതിൽ അടങ്ങിയിരിക്കുന്ന മനസ്സിലാണ്. നിങ്ങൾ പിള്ളേരും ഈ ഫിലിം ക്ലബ്ബും നിങ്ങളുടെ ഈ ഫിലിം മേളയും നന്നാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ വണ്ടിക്കൂലിയെല്ലാം കൂടെ ഒരു രൂപ കൊടുത്ത് ആദ്യം തട്ടി മാറ്റി വാങ്ങിച്ചുകൊണ്ട് പോയി. ഇങ്ങനെയാണ് കോട്ടയത്ത് ഇങ്ങനെ കുറേ പ്രവർത്തനങ്ങളുണ്ട്. മദർ തെരേസ ഒരു സൺഡേയോ ആണെന്നാണ് തോന്നുന്നത്, അതേ ഒരു അവധി ദിവസമോ സഡനായിട്ട് തിരുവനന്തപുരത്ത് എന്തോ ഒരു ഇതിന് വന്നിട്ട് നേരെ മെൻ്റൽ ആശുപത്രിയിൽ ഒരു സന്ദർശനത്തിന് പോയി. അതൊരു സർപ്രൈസ് വിസിറ്റായിരുന്നു. അവർ പോയി അവിടുത്തെ ഫീമെയിൽ വാർഡൊക്കെ പോയി കണ്ട്. അപ്പോൾ ഇവർ കൽക്കട്ടയിലെ തെരുവുകളിൽ പുഴുക്കളരിച്ച് കിടക്കുന്ന അഗതികളെ കണ്ട് കണ്ണിന് തഴക്കം വന്ന അമ്മയ്ക്ക് ഇത് പോലും സഹിക്കാൻ വയ്യാത്ത കാര്യങ്ങളാണ് അവരവിടെ കണ്ടത്.